ഷഹനാസിന്റെ 10 കോടി എല്ലാരും അറിഞ്ഞാണല്ലോ. ചേച്ചിയുടെ പോസ്റ്റ് ഒന്ന് കാണണം നിങ്ങൾ. എന്റെ പൊന്നോ, അഹങ്കാരത്തിനും ആറ്റിറ്റ്യൂഡിനും ഒന്നും ഒരു കുറവുമില്ല. പാവം. എന്തായാലും ചേച്ചിയുടെ പോസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. എം.എ. ഷഹനാസ് എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികൾ അല്ലേ, പറന്നു പൊങ്ങി പൊട്ടി തകരുന്ന കുമ്മളകൾ. പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമില്. ഇങ്ങനെ കുമ്മളകളൊക്കെ ഇങ്ങനെ കോഴിക്കോട് ബീച്ചിലെ ഇങ്ങനെ പറത്തി വിട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഞാൻ വേണമെങ്കിൽ സൈഡിൽ അതിന്റെ വീഡിയോ വെച്ച് തരാം. ഇന്നലെ നീ ആരായിരുന്നു? ഓക്കെ, ഇന്ന് നീ ആരാണ്? എന്തായാലും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട് ഷഹനാസയെ. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഈ പറയുന്ന ഷഹനാസിന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ പറയുന്ന ഷഹനാസിനോട് ആരോടും ഒരാളെങ്കിലും ഒരാള് ഷഹനാസിന് ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ പോട്ടെ. മറ്റന്നാൾ നീ ആരാണാവോ എന്തൊക്കെയായിരുന്നു വ്യാജ കാർഡായിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു. എന്നിട്ട് ഇപ്പോൾ എന്തായി? പവനായി ശവമായി. കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ട്. ആരാണ് ഈ പവനായി ശവമായി എന്ന് പറയുന്നത്? ഇവിടെ ഓരോ ദിവസം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളാണ്. ജനങ്ങൾ നിങ്ങൾക്കൊരു വില ഇല്ലാണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഷഹനാസെ. അത് ഷഹനാസ് ആദ്യം ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് പോലും നിങ്ങളെ ഇപ്പൊ വേണ്ട. ആൾക്കാർക്ക് പുച്ഛമാണ്. ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഒരു നേതാവിനെ വിളിച്ചപ്പോ അവർക്കും താല്പര്യമില്ല കേട്ടോ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ. പിന്നെ അതുപോലെ തന്നെ ഒരു കമന്റ് കാണാനായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ താഴെ. ഇന്നലെ വ്യാജ IPS ആണെന്നൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് വ്യാജ എഴുത്തുകാരി. വ്യാജ എഴുത്തുകാരിയാണ്. അതിപ്പോഴാണ് അറിയുന്നത്. ഇവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇവർക്കെതിരെ എന്നല്ല, ഒരാളെ കഥ മോട്ടിക്കുകയൊക്കെ ചെയ്ത് അയാൾ ഇവർക്കെതിരെ എങ്ങാണ്ട് പോസ്റ്റ് ഇട്ടപ്പോ ഇയാൾക്കെതിരെ കേസ് കൊടുത്ത ടീമാണ് ഈ പറയുന്ന ഷഹനാസ്. മറ്റന്നാൾ വെറും ജയിൽ പുള്ളി. സ്വാഭാവികം. ചിലപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ ഷഹനാസിന്റെ. ഞാൻ ഷഹനാസിന്റെ ഒരു ന്യൂസ് വെച്ച് തരാം. അതിനു മുമ്പ് ഷഹനാസിന്റെ ഒരു വോയിസ് കേൾക്കണേ. നിങ്ങൾ പോയിട്ട് സോഷ്യൽ മീഡിയയില് ഇന്റെ അവിഹിതങ്ങൾ ഞാൻ ചെയ്ത എന്തൊക്കെയാണ്, ഞാൻ IAS കാരിയാണ്, IPS കാരിയാണ്, ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്ന പ്രവർത്തിനെ റദ്ദ് ചെയ്യാനുള്ളതല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അവിടെ ഇരിക്കട്ടെ. അത് ഒന്നാമത്തെ കേസും രണ്ടാമത്തെ കേസും മൂന്നാമത്തെ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ ഒന്നും സംഭവിച്ചിട്ട് പോലുമില്ല. മൂന്നാമത്തെ കേസ് അദ്ദേഹം കോടതി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഇവരൊക്കെ വന്നിട്ട് ഇന്നലെ മീറ്റിങ്ങിലൊക്കെ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞ് ക്രൂരമായിട്ട് മർദ്ദിച്ചു, വൈൽഡ് ഫയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആ സംസാരവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ഉപദ്രവിച്ചു, അവിടെ ഇവിടെയൊക്കെ വലിച്ചു കീറി എന്നൊക്കെ ഉള്ള രീതി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വർത്താനം കേട്ടിട്ട് ഇവർ കണ്ട പോലുള്ള രീതിയിലെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സ്ത്രീയുടെ സംസാരവും കാര്യങ്ങളൊക്കെ. എന്തായാലും 10 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. 10 കോടി രൂപ. സന്തോഷമായി, സത്യം പറയാലോ, ശരിക്കും സന്തോഷമായി. എന്തായാലും നമുക്ക് ആ ന്യൂസ് കണ്ടു നോക്കാം, വ്യാജ ന്യൂസിന്റെ. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും ചേച്ചിയുടെ ഉപദേശങ്ങളൊക്കെ ഒന്ന് വെച്ച് തരാം. ക്കെതിരെ കേസ് കൊടുത്ത പ്രസാധക M.A. ഷഹനാസിന് എഴുത്തുകാരൻ VR സുധീഷ് മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു. പ്രസാധകയുടെ പരാതിയെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളാണ് VR സുധീഷിനെതിരെ ചുമത്തിയത്. 15 ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് എഴുത്തുകാരന്റെ ആവശ്യം. ഭീഷണിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് പ്രസാധക M.A. ഷഹനാസിന്റെ പരാതിയിൽ എഴുത്തുകാരൻ VR സുധീഷിനെതിരെ ചുമത്തിയിരുന്നത്. എൻ്റെ പുസ്തകം വേണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട്, ആദ്യ പുസ്തകം മാഷിൻ്റേതായിരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു പുസ്തകം അവർക്ക് കൊടുത്തത്. ഇവർ ഈ പുസ്തകം നന്നായിട്ട് വിറ്റഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാശും തന്നില്ല, എഗ്രിമെൻറ്റ് തന്നില്ല. അതിനെ കളിയാക്കി ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴാണ് എനിക്കെതിരെ ഇങ്ങനെ പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ. കേസിൽ VR സുധീഷിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു. കുറേ ഞാൻ സഹിച്ചു. എല്ലാ ചാനലുകളൊക്കെ കയറിയിട്ട് എന്നെപ്പറ്റി പലതരത്തിലുള്ള കള്ളക്കഥകൾ, ഒരു ചാനലിൽ പറയുന്നതല്ല വേറൊരു ചാനലിൽ പറയുന്ന കഥ, ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞപ്പോഴും ഞാൻ ഇതിന് നിർബന്ധിതനായതാണ്. അപ്പോൾ ഒരു ചാനലിൽ പറയുന്ന പോലെയല്ല മറ്റൊരു ചാനലിൽ പറയുന്നത്. ഇന്നലത്തെ അവരുടെ മനോരമയിൽ നടന്നത് നമ്മൾ കണ്ടതാണല്ലോ. അതിനകത്ത് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കൈ തൊഴാൻ പോകുന്നു. അവർ ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഇവർ ഉത്തരം പറയുന്നത്. വേല പല മുടന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞു. ഇവരെ പോലെ ഇവരൊരിക്കലും ഒരു നേതാവായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇവരെങ്ങനെ എഴുത്തുകാരിയാവുമെന്നാണ്. ഒരു എഴുത്തുകാരി എന്ന് പറയുമ്പോൾ അവരുടെ സംസാര രീതികളും കാര്യങ്ങളും ഒക്കെ നല്ല പക്കയായിരിക്കും. ഇവരല്ല അവൻ മറ്റേവൻ മറിച്ചവൻ രാഹുൽ അവൻ അങ്ങനെയാണ്, അവൻ കോഴിയാണ്, അവൻ മാടയാണ്, കോടയാണ്, അവൻ മറ്റേ വൈകൃത ഉള്ളവനാണെന്നൊക്കെ വന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഇവർ എഴുത്തുകാരി തന്നെയാണോ? ഞാൻ ആലോചിക്കുന്നു ഇതുപോലുള്ള കള്ളക്കൊള്ളന്മാരെയൊക്കെയാണോ ഈ കോൺഗ്രസ് പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കി. ഇവർക്കൊക്കെ ഇത്ര സപ്പോർട്ട് ചെയ്യാൻ മാത്രം എന്താണ്? അതുപോലെ തന്നെ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നതെന്നുള്ള രീതി മനസ്സിലായി. ഇടയ്ക്ക് കോൺഗ്രസിന്റെ തന്നെ ഈ ഗ്രൂപ്പ് വിഷയത്തിനെ കുറിച്ച് കണ്ടി ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഇറങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും സമരത്തിൽ ഇറങ്ങണം, 10 ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യണം. ഇതൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ചേച്ചിയുടെ ഇന്നത്തെ ന്യൂസ് ഞാനൊന്നും കൂടെ ഒന്ന് വെച്ചുതരാം.
മാനനഷ്ടത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഹസിച്ച് MA ഷഹനാസ്. കുമിള പുറത്തുവിടുന്ന വീഡിയോ പങ്കുവച്ചാണ് പരിഹാസം. മാധ്യമങ്ങൾക്ക് മുന്നിൽ മോശക്കാരനായി ചിത്രീകരിച്ചു എന്ന് ആരോപിച്ചാണ് മാങ്കൂട്ടത്തിൽ 10 കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, എന്ത് ആരോപിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വക്കീൽ നോട്ടീസ്? എന്താണ് ഷഹനാസിന്റെ പരിഹാസ പോസ്റ്റിലുമുള്ളത്? സരിക സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, 3ാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തുടർന്ന് ജാമ്യം ലഭിക്കുകയും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു. ആ അഭിമുഖത്തിൽ ഷഹനാസിനെതിരെ കുറച്ച് പരാമർശങ്ങൾ നടത്തുകയും ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനും മറുപടി എന്ന വണ്ണം ഈ കഴിഞ്ഞ 3-ാം തീയതി ഷഹനാസ് ഒരു പത്രസമ്മേളനം നടത്തുകയും രാഹുലിനെതിരെ തിരിച്ച് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയും കുറച്ച് വെല്ലുവിളികൾ നടത്തുകയും ഉൾപ്പെടെ ചെയ്തത് നമ്മൾ ആ പത്രസമ്മേളനത്തിൽ കണ്ടതാണ്. ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള ദൃശ്യങ്ങളും പോസ്റ്റുകളും ഉൾപ്പെടെ ഇവയെല്ലാം തന്നെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ചെയ്തതാണ്, ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇന്നലെ 5-ാം തീയതി ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. മാനനഷ്ടത്തിന് കേസ് നൽകിക്കൊണ്ടുള്ള വക്കീൽ നോട്ടീസാണ് അയച്ചിട്ടുള്ളത്. അതിൽ 10 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. അത് മാത്രമല്ല, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, തന്നെ ഡീഫ്രെയിം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഷഹനാസ് ചെയ്യുന്നതാണ്. ഈ ഷഹനാസ് ഉന്നയിക്കുന്ന വാദങ്ങൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല, ഇത്തരത്തിൽ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു വക്കീൽ നോട്ടീസിൽ പറയുന്നത്. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീടുകൾ വെച്ച് നൽകുന്ന 100 വീടുകൾ വെച്ച് നൽകുന്ന ഒരു നന്നായി എന്ന് പറയും. ഇപ്പൊ റിനി ജോർജ് എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഈ പറഞ്ഞ രാഹുലിന്റെ പേരെടുത്തിട്ടില്ല, അവിടെ പോയി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പെണ്ണായിരുന്നെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിന്നേനെ. പക്ഷെ ഇവരെന്തുകൊണ്ട് വലിയുന്നുണ്ട്? അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നൈസായിട്ട് ഇവിടുന്ന് ഒഴിയുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ 18 പണി കിട്ടും എന്നുള്ള രീതിയിൽ അവൾ ഒഴിഞ്ഞു. ഇപ്പൊ പെട്ടുപോയത് ആരാണ്? ഷഹനാസാണ് പെട്ടുപോയത്. ഷഹനാസാണ്. കോൺഗ്രസ് കൂടെ നിൽക്കുവോ എന്നുള്ള ഷഹനാസ് വിചാരിച്ചേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ നിൽക്കുവോ ഷഹനാസിന്റെ കൂടെ? ഇനിയിപ്പോ കോൺഗ്രസിന്റെ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ചെന്നിട്ട് കോൺഗ്രസിനോട് സഹായം ചോദിച്ചു, രാഹുൽ ഈ പരിപാടി ചെയ്തപ്പോൾ അങ്ങനെ ആയപ്പോ എന്നെ കോൺഗ്രസ് സഹായിച്ചില്ല, അതുകൊണ്ട് ഞാൻ പാർട്ടി മാറുന്നു. ചിലപ്പോ ബി ജെ പി പോകത്തില്ല കേട്ടോ, ചേച്ചി കമ്മ്യൂണിസ്റ്റിലോട്ട് അങ്ങ് പോവായിരിക്കും. അതേ നടക്കത്തുള്ളൂ ചിലപ്പോ. ഇവക്കൊക്കെ ഓരോ അവസരങ്ങൾ കിട്ടുകയാണ് മുടന്ന ന്യായങ്ങൾക്ക് വേണ്ടി. നടപ്പിലാക്കുന്നുണ്ട്. അതിലേക്ക് ഈ നഷ്ടപരിഹാര തുക ഉൾപ്പെടുത്തും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഈ വക്കീൽ നോട്ടീസിന് ഒരു മറുപടി എന്ന വണ്ണം ഷഹനാസ് അവരുടെ ഫേസ്ബുക്കിലാണ് ഇത്തരത്തിലൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത്. ആ കുറിപ്പിനോടൊപ്പം തന്നെ കുമിള പറത്തുന്ന വീഡിയോ, അതായത് കോഴിക്കോട് ബീച്ചിൽ നിന്നുകൊണ്ട് കുമിള പറത്തുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമത്തിൽ ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. വ്യാജ കാർഡുമായി വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആണ് പവനായി ശവമായി എന്നതുൾപ്പെടെയുള്ള വാക്കുകളാണ് ഷഹനാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. അതായത് ഈ വക്കീലിനോട് പോസ്റ്റ് ഒക്കെ നമ്മൾ വായിച്ചേക്കും. എന്തായാലും ഷഹനാസിന്റെ പൈസ കൊണ്ട് രാഹുൽ മാങ്കൂട്ടം വീടൊക്കെ വെച്ചു കൊടുക്കാൻ പോകുന്നതിന്റെ രാഹുലിനെ സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സുനാമി വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ കടൽ ഭാഗത്തൊന്നും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ പൈസ കൊണ്ടാണെങ്കിൽ ഉറപ്പാണ്. അതുകൊണ്ട് പരമാവധി വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും ചേച്ചിയുടെ ഒരു ഉപദേശ വീഡിയോ കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ലൊരു പേരന്റ് ആയിരുന്നില്ല എന്ന്, നല്ലൊരു അമ്മയായിരുന്നില്ല എന്ന്, നല്ലൊരു അച്ഛനായിരുന്നില്ല എന്ന്? നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ അറിയാൻ, അവരെന്തായിരുന്നു എന്നറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സ്വന്തം കുഞ്ഞിനെ അറിയാതെ പോകുമ്പോൾ, അവരുടെ ഇഷ്ടങ്ങൾ അറിയാതെ പോകുമ്പോൾ, അവരുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നറിയാതെ പോകുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ, അവര് എന്ത് വസ്ത്രം ധരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്, അവരേത് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്, ഇതൊക്കെ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെന്ന അമ്മയുടെ വലിയ പരാജയമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴി മാറി സഞ്ചരിക്കുന്നത് അവിടെയാണ്. പല മോശമായ കൂട്ടുകെട്ടുകളിലേക്കും കുഞ്ഞുങ്ങൾ പോകുന്നത് നമ്മൾ അവരുടെ സുഹൃത്തുക്കളല്ലാതായിരിക്കുന്ന സമയത്താണ് അമ്മമാരെ. അല്ലെങ്കിൽ അവര് മോശം പ്രവൃത്തിയിലേക്ക്, പല ലഹരികളിലും, അല്ലെങ്കിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നും. ഓക്കെ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ അത് സ്വന്തം കാര്യത്തിനും കൂടെ വേണം. നമ്മളെ 10 ആൾക്കാർ മതിക്കണം.
നമ്മളെ മതിച്ചു കഴിഞ്ഞിട്ട് 10 ആൾക്കാരുടെ അടുത്ത് നല്ല ഉപദേശം കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആദ്യം സ്വയം നന്നാവണം. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കാവുള്ളൂ. അതും കൂടെ ഷഹനാസ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കുറെ വന്നിട്ട് കുറെ തത്വങ്ങൾ അടിച്ചു പറയുകയും ചെയ്യും, എന്നിട്ട് കാണിച്ചു കൂട്ടുന്നയോ. ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ വേണ്ടി നിരന്തരം സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവര്. നിരന്തരം ഇവരെന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ഉപദേശിക്കുന്നത്? ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്ന ഒരു സ്ത്രീ. ഇപ്പൊ കണ്ടില്ലേ ഓരോ പ്രസ് മീറ്റിൽ അവരിത് നാറുവാങ്ങ്. ഇനിയെങ്കിലും നിർത്തി ഷഹനാസേ, അത്ര ഞാൻ പറയുള്ളൂ. ഇത് കാണുന്ന ജനങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ കൊടുക്ക്. ബൈ, ലവ് യു.